ഈ വർഷത്തെ വയലാർ അവാർഡ് സന്തോഷ് കുമാറിന് അഭയാർത്ഥി വിഷയം പ്രമേയമായ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. മേഘ്ന മുരളി തിരുവനന്തപുരം ചെയ്യുന്നു. മേഘ്ന, വിവരങ്ങൾ. സുഹൈൽ, 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സന്തോഷ് കുമാറിന്, അത് തപോമയുടെ അച്ഛൻ എന്ന പ്രശസ്തമായ നോവലിനാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്, അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ജൂറി അംഗങ്ങളടക്കം അവസാന ഘട്ടത്തിൽ 3 പുസ്തകങ്ങളാണ് ഈ അവാർഡിനായി വന്നത്. അതിനുശേഷം ഈ തപോമയുടെ അച്ഛൻ എന്ന അഭയാർത്ഥി പ്രശ്നമടക്കമുള്ള, പാലായന പ്രശ്നമടക്കമുള്ള ഒരു പാൻ ഇന്ത്യൻ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തരത്തിലെ വലിയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന നോവലിനാണ് ഇപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ജൂറിയും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവുമാണ് ഇപ്പോൾ ഈ അവാർഡ് തുക എന്ന് പറയുന്നതും അവാർഡ് ലഭിക്കുന്നതും അങ്ങനെയാണ്. അതുപോലെ തന്നെ ജൂറി വിലയിരുത്തുന്നതും ഇതിന്റെ ഭാഷയും പ്രമേയവും, അതുപോലെ ഈ അഭയാർത്ഥി പ്രശ്നമടക്കമുള്ള പലായന വിഷയങ്ങളടക്കമുള്ള ഈ പാൻ ഇന്ത്യൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഈ അടുത്ത ഏറ്റവും മികച്ച നോവൽ എന്ന രീതിയിലാണ് ജൂറി ഇതിനെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഈ നോവലിൽ കുറവായിട്ടോ അധികമായിട്ടോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഭാഗം പോലും എടുത്തു മാറ്റപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ജൂറി വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു കൃതി, അല്ലെങ്കിൽ ഈ തപോമയുടെ അച്ഛൻ അല്ലാതെ മറ്റൊരു കൃതിയെ ഇതിലേക്കായി, അല്ലെങ്കിൽ വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡിനായി ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ജൂറി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഈ സന്തോഷ് കുമാറിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ദിവസമായിരിക്കും ഈ അവാർഡ് വിതരണം ഉണ്ടാവുക. TD രാമകൃഷ്ണൻ, NP ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരടങ്ങുന്ന ജൂറിയാണ് ഈ പുരസ്കാരം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുള്ളത്. മലയാള സാഹിത്യത്തിൽ ഈ അടുത്തില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്നുള്ളതാണ് ഇപ്പോൾ ജൂറി അതിന്റെ ഒരു വിലയിരുത്തലായി പറയുകയും ചെയ്യുന്നത്.